ഉണ്ടല്ലോ ബികോം ഫസ്റ്റ് ക്ലാസിന്റെ കാര്യം. അയ്യോ എന്റെ അച്ഛനാണ് സത്യം, ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്. ഇമ്മാണ് സത്യം. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടാൾക്ക് പണിയില്ല. പക്ഷെ ദാസന് വിജയം അതുമില്ല. അതെന്താണ് കണ്ടന്റും ഇല്ല. എന്ത് ചെയ്യുന്ന ഒരു പിടുത്തവും. നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം നിന്റെ ജോലി നീ കൃത്യമായിട്ട് ചെയ്യുന്നു. ഇനി പേരെങ്കിലും വിളിച്ച് പുറത്തേക്ക് ഒന്ന് പോയോക്കിയാലോ വിചാരിച്ചു. എല്ലാം കെട്ടിപ്പോയിക്കാണ്. നിങ്ങൾ ചെങ്ങായിമാർക്ക് ഇത് വല്ലതും അറിയണം. ഇങ്ങോട്ട് വന്നേ നീ. പോയാലോ പോയി മുടിയൊക്കെ വാർന്ന് സുന്ദരി ഭാഗ്യത്തിന് നോൾക്ക് സ്കൂളിലായി. അതിനോട് ഞാൻ നോളെ കൂട്ടി പുറത്താ വിചാരിച്ചു. ഞാൻ ഉമ്മന്റെ ഹെൽമെറ്റ് കൊടുത്തായി. അപ്പോൾ എന്റെ ഹെൽമെറ്റ് ഇഷ്ടം. നിങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്ന് അതങ്ങ് സാധിച്ചു കൊടുത്തേ. ലൂസായിട്ടുള്ള കിബർ സമ്മതിക്കുന്നില്ല അത് ഇടാൻ. നിങ്ങൾ പോകാൻ അറിയാം. നമ്മളെ ക്യാമറമാൻ മറിയാണ്. ഈ ഒരു വേളയിൽ നിങ്ങൾ പുരുഷന്മാരുടെ മഹയെ കുറിച്ച് രണ്ടുമൊക്കെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ്. കയ്യിൽ 5 പൈസ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് വരാൻ ആൾക്കാരാണ്. അക്കൗണ്ട് 0 ബാലൻസ് ആണെങ്കിൽ പത്രാസിന് ഒരു കുറവുണ്ടാവില്ല. ഇനിയിപ്പോ എങ്ങാനും വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും സാധനം വാങ്ങാൻ പറഞ്ഞാൽ 50 കൊണ്ടുവരും ചെയ്യും. ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഇതിനൊക്കെ പുറമെ പുറത്തേക്ക് ഇറങ്ങിയ കണ്ടന്റ് വരും. ഇനിയിപ്പോ നമ്മളെ കാര്യം പറയുകയാണെങ്കിൽ വീട് പരിസരം ഇമ്മ മക്കള് അത്രേ ഉള്ളൂ. ഞാനും പറയും അതിന് മൂത്ത മോളെ കൂട്ടാൻ മോളെ വിട്ടു. ചിലപ്പോൾ വയലും തോടെ കണ്ട പോലെ ഇറങ്ങണം. അങ്ങനെ വീണ്ടും പിള്ളേർ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചെടുക്കണല്ലോ വിചാരിച്ചു അവിടെ ഇറക്കി കൊടുത്തു. രണ്ടിന്റെ കളിയുണ്ട്. ഇന്നിപ്പോ തോട്ടത്തോളം കൊണ്ട് നോമ്പർ കണ്ടിരുന്നു. രണ്ടെണ്ണത്തിനെ പിടിച്ചേറ്റ് ഞാൻ പെട്ട പാടേ. അപ്പൊ ഇടക്കൊക്കെ പിള്ളേർ പറഞ്ഞു കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും. പിന്നെ ഭാഗ്യത്തിന് ഈ ചേട്ടനാണല്ലോ. ഇവരെ പോത്തിന് ഇപ്പം തൊട്ടിലേക്ക് ഇറക്കി വിടുന്നപ്പോ പിന്നെ 2 കയറി. അങ്ങനെ ചേട്ടനോ 2 നന്ദി വാക്കും പറഞ്ഞ് നമ്മൾ അവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെത്തി. അപ്പൊ ഇതാണ് നമ്മളെ നാടിനെ കുറിച്ച് പറയുകയാണ്. എല്ലാവരും നല്ല അടിപൊളി ആൾക്കാരാണ്. പിന്നെ എല്ലാ നാട്ടിലും കുറച്ച് കല്യാണം മുടക്കി കീടങ്ങളായി ഒരു പണിയില്ലാത്ത അമ്മമാര്. അവരെ ബാക്കി എല്ലാവരും നല്ല അടിപൊളി ആൾക്കാരാണ്. ഇതോടുകൂടി നമ്മളെ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. അപ്പൊ ഓക്കെ ബൈ.